ഹലോ നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ കേട്ടോ, എൻ്റെ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ആരോ ഒരു ചേച്ചി ഫുൾ എല്ലാം അതേപടി സംസാരിക്കേണ്ടതെന്നും പറഞ്ഞ്. ഇപ്പോൾ അവർ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ എൻ്റെ വീഡിയോ കണ്ടിട്ടാണോ ആ ഒരു കുറച്ച് അവരുടെ ആ ഒരു വീഡിയോ ചെയ്തതെന്ന് എനിക്കറിയില്ല. ചെയ്യുകയാണെങ്കിൽ ചെയ്തോ, എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ വെറും സാധാരണക്കാരിയാണ്. അതുമായിരുന്നു. ഞാൻ വലിയ കേസിന് പോകാനോ അല്ലെങ്കിൽ കോപ്പിറൈറ്റിന് പറയാനോ അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ പോകണമെന്നില്ല. കാരണം ഞാനിപ്പോൾ ചെറിയ തുടങ്ങിയിട്ടേ ഉള്ളൂ. 1000 സബ്സ്ക്രൈബ് പോലും ആയിട്ടില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ, അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. അത് എൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ എനിക്ക് നല്ല കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലേ, ഇത് അത്രേ ഞാൻ ചിന്തിക്കണുള്ളൂ. നമ്മൾ നല്ലത് ചെയ്താലേ നമുക്കത് തിരിച്ച് കിട്ടുള്ളൂ. അത് വേറൊരു രീതിയിലായിരിക്കും കിട്ടണത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, നല്ല രീതിയിലാണ് ഞാൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ നിങ്ങളത് എടുത്തോളൂ, ഒരു കുഴപ്പമില്ല. പിന്നെ എൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടൊന്നും ചെയ്യൊന്നും വേണ്ട. വെറുതെ എൻ്റെ വാക്കുകൾ ഇപ്പോൾ എൻ്റെ ഇതിൽ നിന്ന് വരുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചമുണ്ടെങ്കിൽ നിങ്ങളത് നോക്കി പറഞ്ഞോളൂ എന്ന് മാത്രം. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാനിപ്പോൾ ഈ പറയുന്ന വീഡിയോയിൽ ഇങ്ങനെ ഓരോന്നും പറയണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അല്ലാതെ ഞാൻ ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര എഴുതി ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യണമെന്നല്ല. എൻ്റെ മനസ്സിൽ എന്ത് തോന്നുന്നു, എന്ത് പറയണമെന്ന് ആലോചിക്കും. ഒന്ന് രണ്ട് ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ മിന്നൽ പോലെ ഒരു വരും. അപ്പോൾ എന്തെങ്കിലും എനിക്കൊരു ഭഗവാനെ കൃഷ്ണനെയാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ, നമ്മുടെ ഗുരുവായൂരപ്പനെയാണ് വിളിക്കുന്നത്. ഗുരുവായൂരപ്പ ഒരു വഴി കാണിച്ച് തന്നെ എന്താ ഞാൻ പറയണ്ടേന്ന് പ്രാർത്ഥിക്കും. എൻ്റെ മനസ്സിലേക്ക് എന്തോ ഒന്ന് വരും. ഇതപ്പോൾ ഇന്ന് വന്നത് എന്താ, ഇന്നലത്തെ ആ സംഭവം. എൻ്റെ വീഡിയോ ആരോ കണ്ടു, അവർ കണ്ടോട്ടെ, അത്രയും കണ്ടു എന്നല്ല, ആരോ അത് കോപ്പി അടിച്ചു പറഞ്ഞു എന്നാണ്. അത് പറഞ്ഞോട്ടെ, അത്രയേ ഉള്ളൂ. അവർക്കിപ്പോൾ അതുകൊണ്ട് നേട്ടം ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ നേട്ടം കുറച്ച് എനിക്ക് കിട്ടുമല്ലോ. കാരണം എന്നിൽ നിന്നാണല്ലോ ഈ കോപ്പി അടിച്ചത്. അത് സാരമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ചും ഒന്നുമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ എൻ്റെ സ്പോട്ടിൽ പറയുകയാണ് വർത്തമാനം പറയണത്. ഇപ്പം ഞാൻ കുറച്ച് ഓവർ വർത്തമാനമാണെന്ന് ചിലവർക്ക് പറയാറുണ്ട്. കുറച്ച് വർത്തമാനം കൂടുതലാണ്. ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ഒരു വായാടി എന്നുള്ള മട്ടിൽ എന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ ഞാനൊരു വർത്തമാനം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയവരുടെ കൂട്ടത്തിൽ ഇരുന്ന് വർത്തമാനം പറയാൻ പാടില്ല. വലിയ ആൾക്കാരുടെ കൂടെ എന്ന് പറഞ്ഞാൽ പ്രായത്തിന് മൂത്തവർ വർത്തമാനം പറയുമ്പോൾ അവിടെ പോയി നിൽക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ വളർന്നവളാണ് ഞാൻ. ഞാൻ എന്തെങ്കിലും അവർ പറയുന്ന സംസാരത്തിൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും മറുപടി പറയും. അത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല, എൻ്റെ വായിൽ നിന്ന് വീണ് പോണതാണ്. അത് ഇഷ്ടമല്ലാതെ എൻ്റെ ചേച്ചിയൊക്കെ എന്നെ എത്രയോ ചുണ്ടത്തിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യും, വേദനിപ്പിക്കും. കാരണം അത് ഞാൻ പറഞ്ഞത് തെറ്റാണ്, നീ പെൺകൊച്ചാണല്ലോ, അടങ്ങിയിരിക്കുക, നീ വേറൊരു വീട്ടിൽ പോവേണ്ടതാണ്, അല്ലെങ്കിൽ നീ ഇങ്ങനെയൊന്നും പറയരുത്, അങ്ങനെ എന്നെ അടിച്ചമർത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എൻ്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും നമ്മൾ മനഃപൂർവ്വം പറയണതല്ലല്ലോ. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇതുപോലൊരു സംഭവം വന്നു. യൂട്യൂബ് എന്നുള്ളൊരു ഒരു ഗംഭീര ഒരു സാധനം വന്നു. നമുക്ക് എല്ലാവർക്കും പലർക്കും പല കഴിവുകൾ ഇങ്ങനെ കാണിക്കാനുള്ള ഒരു അവസരം വന്നു. അതിൽ ഞാനും ഒരു ഭാഗമായിന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ കിടന്നതും ഞാൻ കണ്ടുകൊണ്ടിരിക്കണതും ഞാൻ എന്താ പറയുക അനുഭവിച്ചതും വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്ത് നടക്കണ ഓരോരോ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയണത്. അത് ചിലപ്പോൾ ആർക്കെങ്കിലും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കണ്ടന്റ് കിട്ടാതെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അപ്പോഴേക്കും എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നത് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ ലൈൻ എടുത്തു എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, ചെയ്തോട്ടെ, നല്ല കാര്യമല്ലേ. എൻ്റെ അത്രയെങ്കിലും എന്നെക്കൊണ്ട് അവർക്ക് ഒരു ഉപകാരം കിട്ടിയെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പോൾ ഇന്നത്തെ സംസാരം എന്താണെന്ന് വെച്ചാൽ വർത്തമാനം, ഓവർ വർത്തമാനം പറയുന്നവരെ പറ്റിയാട്ടോ. നമുക്ക് നമ്മുടെ വീടുകളിൽ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിട്ട് എങ്ങനെ കലപിലപിലാന്ന് വർത്തമാനം പറയുന്നവരുണ്ടാവും. അസ്ഥാനത്തും സ്ഥാനത്തും ഒക്കെ വേണ്ടാത്തൊക്കെ വിളിച്ചു പറയുന്നവരുണ്ടാവും. അങ്ങനെ പല തരത്തിലുള്ള പല വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. ശരിയല്ലേ ഞാൻ പറയണത്? അങ്ങനെ വരുന്ന കുട്ടികളെ നമ്മൾ പരമാവധി കുട്ടികളെ ചീത്ത പറയും. ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുന്നവളാണ്. ഓവർ വർത്തമാനം പറഞ്ഞാൽ ക്ലാസ്സിൽ വർത്തമാനം പറഞ്ഞാൽ ഞാൻ ചീത്ത പറയും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓരോ അമ്മമാർ വീട്ടിൽ കുട്ടികൾ അനാവശ്യമായിട്ട് വർത്തമാനം പറയുകയാണെങ്കിൽ ഓവർ തർക്കുത്തരം പറയുക, എടുത്തു പറയുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ചീത്ത പറയാറില്ലേ. അത് നമ്മൾ ആ കുട്ടികൾ നന്നാവാൻ വേണ്ടി, കുട്ടികൾ നാളെ ഒരു അതായത് ആളുകളെ തിരിച്ചറിഞ്ഞ് ഓരോരുത്തർ എന്ത് പറയണമെന്ന് തിരിച്ചറിയണം. ആ ഒരു ഇതിനു വേണ്ടിയാണ് നമ്മൾ ചീത്ത പറയണത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വലിയ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ, കാരണം ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും ഒന്നിച്ച്, അവരുടെ കുട്ടികൾ ചിലപ്പോൾ 8 വയസ്സ് 10 വയസ്സോ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആയിരിക്കും. അവരൊക്കെ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിൽ ചിലവർക്ക് വാക്സാമർത്ഥ്യം കൂടുതലുള്ള ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഇവർ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവും. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് കേട്ടോ. ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കും അവർ പറയണത്.
അത് ആ കുട്ടികൾ കേട്ടു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. കുട്ടികളെ ഉടനെ മാറ്റി വെക്കാനോ, ചിലവരങ്ങനെയുണ്ട്. ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ ചിലപ്പോൾ വർത്തമാനം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അതിൽ കടന്ന വർത്തമാനങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ആ സമയത്ത് ആ കുട്ടികളെ അവിടെ നിന്ന് മാറ്റും. നിങ്ങൾ ഇതൊന്നും കേൾക്കണ്ട എന്നുള്ള മട്ടിൽ മാറ്റി വിടാറുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് ഞാൻ ചോദിക്കണത് അതാ. ആ കുട്ടികൾ അവിടെ കേട്ടോട്ടെ. ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാം അറിഞ്ഞിരിക്കണം. ആരെന്ത് പറഞ്ഞു അവരെ അറിഞ്ഞിരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മളൊരു പക്ഷേ കുറ്റം പറച്ചിൽ അതൊന്നും പാടില്ല കേട്ടോ, അങ്ങനെയുള്ളതൊന്നും അല്ല. അല്ലാതെ ഒരു കാര്യങ്ങൾ കുട്ടികൾ ലോക വിവരം അറിയട്ടെ. അല്ലെങ്കിൽ ഓരോരുത്തരെ പറ്റി ഓരോന്നും എന്തെങ്കിലും നമ്മൾ കുടുംബത്തിലെ വിഷമങ്ങളോ അല്ലെങ്കിൽ ചിലവർ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും. അതൊക്കെ ആ കുട്ടികൾ കണ്ട് വളർന്നോട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ അവർക്കത് മനസ്സിലാക്കി നമ്മളായിട്ട് പറയില്ല. ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്, എൻ്റെ വീട്ടിൽ ഇത്ര കടമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടെന്നോ അത് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരില്ല. അതേസമയം ഇങ്ങനെ പറയുമ്പോൾ കുട്ടികൾ കേട്ടു എന്ന് വെച്ച് അവരത് മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവർ മറ്റുള്ളവർ പറയുമ്പോൾ കേൾക്കട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ എന്താന്ന് വെച്ചാൽ കുട്ടികൾക്കത് മനസ്സിലാക്കാനുള്ള ഒരു പക്വത വരും. ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടികളെ കേട്ട് കേട്ടേ ഒരു പ്രായമൊക്കെ എത്തുമ്പോൾ കുട്ടികൾക്ക് അത് ശരിക്കും മനസ്സിലാക്കാനുള്ള ഒരു പക്വത വരും എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ളിൽ നമുക്കൊരു വെറുപ്പുണ്ടാവും. അല്ലെങ്കിൽ അവർക്കൊരു ഈ പറയുന്ന കുട്ടികൾക്ക് ഇപ്പം എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. എൻ്റെ ഉള്ളിൽ എന്നെ അങ്ങനെ അന്ന് ചെറുപ്പത്തിൽ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഓരോന്നിനും മാറ്റി മാറ്റി നിർത്തുമ്പോൾ ഞാനതൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ മറക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കങ്ങനെ മറക്കാനുള്ളൊരു കഴിവ് തന്നിട്ടില്ല ദൈവം. ചെറുപ്പം എൻ്റെ 3 വയസ്സ് തൊട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ ഓർത്തിരിക്കും എന്നുള്ളതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ മനഃപൂർവ്വം ചെയ്യണതല്ല, അത് എൻ്റെ മനസ്സിൽ നിന്ന് പോകണില്ല. അത് പോകാൻ വേണ്ടി ഇപ്പം ഞാൻ കുറേ ശ്രമിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ മറന്നു പോകണം. അതിനു വേണ്ടി സത്യം പറഞ്ഞാൽ നാമജപങ്ങളായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഈ ട്യൂഷൻ എന്ന് പറയുന്നത്. ട്യൂഷൻ എടുക്കണമെന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് പൈസയും കിട്ടും. നമ്മുടെ ആ സമയം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒത്തിരി കുട്ടികളായിട്ട് ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞ് ചിരിച്ചും കളിച്ചും അങ്ങനത്തെ ഒരു ടൈമാണ് കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ. നമ്മളുടെ ഉള്ളിലുള്ള ഒരു വിഷമങ്ങളൊക്കെ കുറച്ച് മറന്നു പോകും. അങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യണ ഒരു കാര്യം കൂടിയാണ് ഈ ട്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കുട്ടികൾ കേട്ടോട്ടെ. വലിയവർ വർത്തമാനം പറയുമ്പോൾ കുട്ടികൾ കേട്ടു എന്ന് വെച്ച് എൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടോ, എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ ആ കുട്ടികൾ അത് കേട്ടോട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നാളെ വളർന്നു വരുന്ന കുട്ടികളാണ്. അവർക്കത് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ളതൊക്കെ അവർ ചിലപ്പോൾ തിരിച്ചറിഞ്ഞു എന്ന് വരും. അതൊക്കെ നല്ല കാര്യമാണത്. ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യണില്ലേ, അതുപോലെ നാളെ കുട്ടികളും അതുപോലെ ഫേസ് ചെയ്യേണ്ട ഓരോ ഘടകങ്ങൾ വരുമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ ഈ അമ്മമാരോ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ പേര് ഗ്രൂപ്പായിട്ട് ഇന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലേക്കും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ വരാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയട്ടെ, എൻ്റെ അഭിപ്രായം പറയാണ്, കുട്ടികൾ വർത്തമാനം പറയുമ്പോൾ അവർ പറഞ്ഞോട്ടെ, വേണ്ടാന്ന് പറയണ്ട. പക്ഷേ സംസാരം അതിര് വിട്ടു പോവരുത്. ആളുകൾക്ക് ബഹുമാനം കൊടുക്കേണ്ടടുത്ത് ബഹുമാനം വേണം, തിരിച്ചറിവ് വേണം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ അവർ നന്നായി സംസാരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ അടിച്ചമർത്തി വെക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് ഞാൻ പറയും. കാരണം ഇന്നത്തെ ലോകത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ കുറച്ച് വാക്സാമർത്ഥ്യം വേണം. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും പറ്റിച്ചുകൊണ്ട് പോകും ഓരോ തരത്തിൽ, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഇങ്ങനെ പറ്റിക്കുന്ന ഒരു കാലമാണിത്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ കുട്ടികൾ വാക്സാമർത്ഥ്യം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ എവിടെയെങ്കിലുമൊക്കെ നേടി പോകാൻ പറ്റും. സംസാരിക്കുന്ന കുട്ടികൾ അവർ സംസാരിച്ചോട്ടെ, അവർക്ക് ഒരു തടസ്സം വെക്കാതെ അവർ മുന്നോട്ട് നീങ്ങിക്കോട്ടെ. അവരുടെ ജീവിത ലക്ഷ്യം ചിലപ്പോൾ അവരുടെ സംസാരത്തിലൂടെ അവർക്ക് കിട്ടിയെന്ന് വരും. അങ്ങനെയൊക്കെ നമ്മൾ തിരിച്ചറിവ് നമ്മൾ എല്ലാവരും കുറച്ച് പേര് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ കുട്ടികൾ സംസാരിക്കുകയാണെങ്കിൽ സംസാരിച്ചോട്ടെ, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് പ്രോത്സാഹനം കൊടുക്കാൻ നോക്കുക. കാരണം അടിച്ചമർത്താതെ പെൺകുട്ടിയാണ് നീ ഒന്നും പറയരുത്, നീ 4 പേരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കരുത്, വായി തുറക്കരുത്, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കാത്ത രീതിയിൽ അവരെ നല്ല രീതിയിൽ അവർ വാക്സാമർത്ഥ്യത്തോടെ ജീവിക്കട്ടെ. അവർക്ക് നല്ലത്, അതായത് ആളെ തിരിച്ചറിഞ്ഞ് പറയാനുള്ളൊരു കഴിവ് വേണം. അത് നമ്മൾ അമ്മമാർ വേണം പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. ആരോട് എന്ത് എപ്പോൾ പറയണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സഹായം വേണ്ടി വരും. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ കുട്ടികൾ നല്ലൊരു നിലയിൽ എത്തിയെന്ന് വരും. അത് നമ്മൾ അമ്മമാരുടെ കയ്യിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഗുഡ് ബൈ.